അല്ല, ചെന്നൈക്ക് ജയിക്കാവുന്ന മത്സരം തന്നെയായിരുന്നു ഇത്. ഒരു 15 ഓവർ വരെയും ചെന്നൈക്ക് ജയിക്കാവുന്ന മത്സരം തന്നെയായിരുന്നു. ഒരു 10 ഓവർ കഴിഞ്ഞപ്പോൾ ലാസ്റ്റ് 10 ഓവറിൽ 84 എന്നുള്ള ഇക്വേഷൻ ആയിരുന്നു ഒരു ഘട്ടത്തിലുണ്ടായിരുന്നത്. അപ്പോൾ ആയുഷ് മാത്രമേ തിളങ്ങി നിൽക്കുന്ന സമയത്തും മറ്റുമൊക്കെ ചെന്നൈ, അതായത് ചെന്നൈയുടെ കയ്യിലുള്ള കളി 3-2 സമയത്തും ചെന്നൈയുടെ കയ്യിലുണ്ടായിരുന്ന കളിയാണ് ചെന്നൈ ഈ മത്സരം തോറ്റിരിക്കുന്നത്. ഈ മത്സരത്തിലേക്ക് വരുമ്പോൾ പിന്നെ ഈ ക്യാപ്റ്റൻ്റെ ഡിസിഷൻസ് നമ്മൾ പലപ്പോഴും ഈ നമ്മുടെ കയ്യിലുള്ള വിഭവങ്ങളെ എങ്ങനെ ഉപയോഗിക്കുന്നു എന്ന തരത്തിലാണ് ഒരു ക്യാപ്റ്റനെ നമ്മൾ വിലയിരുത്തുക. ഇപ്പം മഹേന്ദ്ര സിംഗ് ധോണി അദ്ദേഹം ക്യാപ്റ്റനായിരുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ കളിക്കാർ അദ്ദേഹം എങ്ങനെ യൂസ് ചെയ്തു എന്നുള്ളത് വലിയൊരു പാഠമാണ്. കാരണം ഒരു മീഡിയോക്കർ ടീമാണെങ്കിൽ പോലും ആ ടീമിനെ പിന്നെ അത്ഭുതങ്ങൾ കാട്ടാൻ ശേഷിയുള്ളവരായി മാറ്റാൻ ചില ക്യാപ്റ്റൻസിൻ്റെ ഡിസിഷൻസ് കൊണ്ട് സാധിക്കും. അങ്ങനെ എത്രയോ ഉദാഹരണങ്ങൾ നമ്മളുണ്ട്. ചെന്നൈ ടീം തന്നെ അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ്. എനിക്ക് ഓർമ്മയുണ്ട് 2018-19 സീസണിൽ ചെന്നൈയിൽ മൊയിൻ അലി എന്ന താരം വന്നിരുന്നു. മൊയിൻ അലി ഇംഗ്ലണ്ട് ടീമിൽ പോലും അദ്ദേഹം ഒരു അവസാനം ഇറങ്ങുന്ന ഒരു വെടിക്കെട്ടുകാരൻ എന്ന രീതിയിലും ഒരു ഓഫ് സ്പിന്നർ എന്ന രീതിയിലും യൂസ് ചെയ്തിരുന്നൊരു കളിക്കാരനാണ്. പക്ഷേ മൊയിൻ അലി എപ്പോഴും അദ്ദേഹത്തിൻ്റെ ഇന്നിങ്സുകൾ എടുത്ത് നോക്കുകയാണെങ്കിൽ അതൊരു 55-100 50 പന്തിൽ 100 റൺസ് എടുത്ത ചരിത്രമൊക്കെ ഇംഗ്ലണ്ട് ടീമിനായിട്ടുണ്ട്. അപ്പം അദ്ദേഹം എപ്പോഴും കുറച്ചുകൂടി അപ്പർ ബാറ്റ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരു കളിക്കാരനാണ്. അതായത് കിട്ടിയ അവസരങ്ങൾ ഇംഗ്ലണ്ട് ടീമിന് വേണ്ടിയിട്ട് അവസാനം ഇറങ്ങി വെടിക്കെട്ട് നടത്താൻ ശേഷിയുള്ള ഒരു കളിക്കാരനായിരുന്നു. ആ മൊയിൻ അലിയെ അദ്ദേഹത്തിൻ്റെ കാലിബർ കൃത്യമായും മനസ്സിലാക്കി ധോണി ആ വർഷം നമ്പർ 3 പൊസിഷൻ കൊടുക്കുന്നു. ആ വർഷം ചെന്നൈ കപ്പടിച്ച ആ വർഷം മൊയിൻ അലിയുടെ ക്വിക്ക് കാമിയോസ്, ഒരുപാട് മത്സരങ്ങളിൽ ഒരു ക്വിക്ക് 30 or 40 റൺസ് അദ്ദേഹം എടുക്കുന്നു. അദ്ദേഹം ഒരു ബാറ്റ്സ്മാൻ എന്ന രീതിയിൽ ടീമിന് യൂസ്ഫുള്ളായിട്ട് മാറുന്നൊരു കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പം തൻ്റെ കയ്യിലെ വിഭവങ്ങളെ എങ്ങനെ ധോണി ഉപയോഗിച്ചു എന്നൊരു ചരിത്രം നമ്മുടെ മുന്നിലുണ്ട്. പക്ഷേ ഇവിടെ നമുക്കറിയാം ഈ ഗെയ്ക്വാദ് എന്ന ക്യാപ്റ്റൻ അദ്ദേഹം ബാറ്റിങ്ങിൽ പരാജയപ്പെട്ടു. തുടർച്ചയായി 6 മത്സരങ്ങളിൽ ഇങ്ങനെ പരാജയപ്പെട്ടു നിൽക്കുകയാണ്. ചില ഡിസിഷൻസ് എടുക്കുന്നതിൽ പോലും വലിയ പരാജയമായിട്ട് മാറുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ ചെന്നൈയുടെ ആദ്യ മാച്ച് കഴിഞ്ഞപ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ട് എന്തിനാണ് ഈ ഷോട്ട് എന്നുള്ള കളിക്കാരനെ ടീമിൽ ഈ ലേലത്തിൽ വിളിച്ചത് എന്ന്. ഷോട്ട് എന്നുള്ള കളിക്കാരൻ ആദ്യ മത്സരത്തിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ ബാറ്റിംഗ് നമ്മൾ കണ്ടിട്ടുണ്ട്. പിന്നെ ഓസ്ട്രേലിയൻ ടീമിന് വേണ്ടിയിട്ട് പോലും പിന്നെ വലുതായിട്ട് പെർഫോം ചെയ്തൊരു കളിക്കാരനല്ല ഷോട്ട്. ആ ഷോട്ടിനെ ഗതികേട് കൊണ്ട് വീണ്ടും ചെന്നൈക്ക് ഈ പ്ലേയിങ് ലെവലിൽ ഉൾപ്പെടുത്തേണ്ടി വരുന്നു എന്നതിനൊപ്പം തന്നെ കഴിഞ്ഞ മത്സരത്തിൽ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമായിരുന്നു ഡെവാൾ ബ്രെവിസിന് മുമ്പ് ഈ ഷോട്ടിനെ ഇറക്കുക എന്നുള്ളത്. ഡെവാൾ ബ്രെവിസ് ഒരു 0 പെട്ടെന്ന് പുറത്തായെങ്കിൽ കൂടിയും അദ്ദേഹത്തിലൊരു ടെൻഷൻ വളർത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം അപ്പുറത്ത് ഷോട്ടിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. 30 പന്തിൽ 34 റൺസ് ആ മധ്യ ഓവറുകളിലാണ് ശരിക്കും ചെന്നൈ കളി തോറ്റത്. അവസാനം ഓവേർട്ടനും കമ്പോച്ചൊക്കെ ശ്രമിച്ചു നോക്കിയിട്ടുണ്ടെങ്കിലും ഇദ്ദേഹം നേരിട്ട ആ 30 പന്തുകൾ 5 ഓവറിൽ ഒരു 34 റൺസ് നേടുക എന്ന് പറയുമ്പോൾ അത് പിന്നെ ഈ T20 മത്സരത്തിൻ്റെ റിസൾട്ടിനെ സംബന്ധിച്ചിടത്തോളം ഈ ചെന്നൈയുടെ കയ്യിലുണ്ടായിരുന്ന കളിയെ അങ്ങോട്ട് കൊണ്ടുപോയിട്ട് കൊടുക്കുന്നൊരു ഫീലാണ് ശരിക്കും ഉണ്ടായിരിക്കുന്നത്.